തെരഞ്ഞെടുപ്പ് പ്രചരണം പതിയെ ചുടുപിടിച്ച് വരികയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു അനാലിസിസ് പല രീതിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡോക്ടർ എം കെ മുനീർ, മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗം നമ്മളിപ്പോൾ ചേരുകയാണ്. മുനീർക്ക, എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂട്? കഴിഞ്ഞ തവണ 19-1 ഇത്തവണ എന്താവും യു ഡി എഫ്? ഇപ്രാവശ്യം 20 യു ഡി എഫിന്. എന്താണ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ മുന്നണി അതിശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണിയായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യം കേരളത്തിൽ അനുകൂലമായ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തന്നെ കൊള്ളരുതായ്മകൾ, അവരുടെ കെടുകാര്യസ്ഥത, ഇതെല്ലാം ജനങ്ങളുണ്ടാക്കിയിട്ടുള്ള ഒരു ഈർഷ്യമുണ്ട്. മാത്രമല്ല, ജനങ്ങൾ ഈ പ്രാവശ്യം നോക്കുന്നത് ഇന്ത്യയിലെ മതേതരത്വത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ പൊതുസമൂഹം കാണുന്നത്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു അർത്ഥത്തിൽ ഒരു ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ആർക്കാണ് അവർ വോട്ട് ചെയ്യുക? ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇടതുപക്ഷത്തിന് യാതൊന്നും ദേശീയ തലത്തിൽ ചെയ്യാനില്ല. പിന്നെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞങ്ങൾ. അതിലൊരു പ്രശ്നമുള്ളത്, ഈ നമുക്കറിയാം നിരന്തരം വിമർശനം വരുന്ന വിഷയം, ഈ അടുത്ത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ പിന്നീട് ബി ജെ പിയിലേക്ക് പോകുന്നു. സാധാരണക്കാർ പോലും നമ്മളിപ്പോൾ പ്രതികരണം എടുക്കുമ്പോൾ സാധാരണക്കാർ പോലും പറഞ്ഞു കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അവർ പക്ഷേ നാളെ ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ളതാണ്. അപ്പം കോൺഗ്രസ് ഒപ്പം തന്നെ ലീഗ് അടക്കമുള്ള ഒരു ഇത്തരം വിഷയത്തിൽ പ്രതിരോധത്തിലാവില്ലേ? വോട്ട് ചോദിക്കുമ്പം ഈ ഒരു വിഷയം വരില്ല. അതെന്താണ് അത് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷ ആളുകളും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പി ആയിട്ടുള്ളത് ഇവിടെ. അതേസമയം അങ്ങനെ കോൺഗ്രസ്സിൽ ഒരാളെ നിങ്ങളിവിടെ കാണിച്ചാൽ, നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ അനിൽ ആൻ്റണി പോയ ആളാണ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി. പിന്നെ പത്മജ പോകുന്നു, കരുണാകരൻ്റെ മകൻ ലീഡറിൻ്റെ മകൻ പോകുന്നു. ഒരു വിശ്വാസ്യത പ്രശ്നം മലയാളികൾക്കുണ്ടാവില്ലേ? നമ്മൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മൊത്തത്തിലാണ് കാണേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, വി പി സിംഗ് ഗവൺമെൻറ് ഉണ്ടായ സമയത്ത് ഇവിടുന്ന് നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയെ തിരഞ്ഞെടുത്തയച്ചല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്? ബി ജെ പിയുടെ കൂടെ കൂടി അവരൊരുമിച്ചാണ് വി പി സിംഗിനെ പിന്തുണച്ചത്. മാത്രമല്ല, എൽ കെ അദ്വാനിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മൈ ലൈഫ് മൈ കൺട്രി എന്ന് പറയുന്ന പുസ്തകത്തിൽ, ഞങ്ങളെല്ലാ ദിവസവും പ്രാതലിന് EMSഉം ജ്യോതി ബസുവും വാജ്പേയിയും ഞാനും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാതൽ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ എടുത്തു നോക്കുക. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒരു സന്ദർഭത്തിൽ പിന്നെ മാരാരുടെ ചീഫ് ഏജൻ്റായിരുന്നു പിണറായി വിജയൻ. കൂത്തുപറമ്പിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി, ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നായിരുന്നു അന്ന് എല്ലാ സ്ഥലത്തും നോട്ടീസുകൾ ഇറക്കിയിരുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ രീതിയിൽ എപ്പോഴാണ് ബി ജെ പി ആയിട്ട് ചേർന്നിട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്? കോലി ഈ ധാരണ എന്ന് പറയുന്നത് ഒരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാധനം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്ന, അപ്പം ഞാൻ ചോദിക്കട്ടെ, ആരാണ് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി ഈ നടത്തമൊക്കെ നടന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പോൾ രാഹുൽ ഗാന്ധിയെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടുണ്ടോ? മോദിയുമായിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ആ പാർലമെൻ്റ് അകത്ത് പോരാടിയിട്ടുള്ളതും പാർലമെൻറ്റിൻ്റെ പുറത്ത് പോരാടിയിട്ടുള്ളതും ഇന്നും പിന്നെ മോദിയും
അഡാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം വരെ നഷ്ടപ്പെട്ടില്ലേ? സ്പീക്കർ ഏറ്റവും വലിയ ശത്രുതയോടുകൂടി കണ്ടത് ആരെയായിരുന്നു? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം അവസാനം കോടതി വഴിയാണ് തിരിച്ച് പാർലമെൻറ്റിലെത്തുന്നത്. അതിനൊന്നും അദ്ദേഹം കൂസാക്കിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ സധൈര്യം മോദിയോട് മുഖാമുഖം നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനം, അതും നെഹ്റുവിൻ്റെ ലെഗസിയല്ലേ എന്തിനായാലും, അത് ഉൾക്കൊള്ളുന്നൊരു കോൺഗ്രസ് പ്രസ്ഥാനം ഏതോ ഒന്നോ രണ്ടോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന, അത് അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറിയവരെ കുറിച്ച് നിങ്ങളെന്താ പറയാത്തത്? കണ്ണന്താനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയി മത്സരിച്ചാണ്. അദ്ദേഹം BJP പാളയത്തിലെത്തി. വിശ്വനാഥ മേനോൻ അവരുടെ ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം അവസാനം BJP പാളയത്തിലായിരുന്നു. എന്തിന്? CK പത്മനാഭൻ പഴയ SFIയുടെ നേതാവാണ്. ഇപ്പം രാജേന്ദ്രൻ ഡൽഹിയിൽ പോയിട്ട് BJP ഓഫീസിൽ കേരളത്തിൻ്റെ പിന്നെ ചാർജുള്ള ആളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇവർക്കിത് ഒന്നും ബാധകമല്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിൽ വ്യക്തികൾ ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതൊരു പ്രസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള BJPയിലേക്കുള്ള ഒലിച്ചുപോക്കായിട്ട് പറയുകയാണെങ്കിൽ എത്ര കാലമായി ഇവിടെ കോൺഗ്രസ് നിലനിൽക്കുന്നു? എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവരുടെ എല്ലാം ഇവരുടെ കയ്യിൽ. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വ്യത്യാസത്തിന് BJPയുമായി പോരടിച്ച് ഇത്രയും സീറ്റുകൾ നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ശതമാനം നേടിയിട്ടുള്ളത്. ആ ഒരു ഭയപ്പാടാണ് ശരിക്കും മോദി കോൺഗ്രസിൻ്റെ കംപ്ലീറ്റ് അക്കൗണ്ട്സും ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇത് ഫ്രീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ തരത്തിലുള്ള ഇൻസുലേഷനും ഉണ്ട്. ഒരു കേസ് പോലും എത്ര പ്രാവശ്യമാണ് മാറ്റിവെച്ചത്? രാഹുൽ ഗാന്ധിക്ക് ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ? എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടി പറയുകയാണ് ഈ കോൺഗ്രസ് BJP ആയിട്ട് ധാരണയാണ്. ഇത് മുകളിൽ ആൾപ്പാർപ്പുള്ള ആർക്കെങ്കിലും ലോജിക്കലി വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്? ഈ പൗരത്വ ഭേദഗതി നിയമമാണ് ഒരു പ്രധാന ചർച്ചാ വിഷയം. അതെ. ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു കൃത്യമായ നിലപാടില്ല എന്നാണ് ആരാണ് പറഞ്ഞത്? ഓരോ പഞ്ചായത്തിനും ഓരോ മുഖ്യമന്ത്രി പറയുന്നത് ആണോ നിങ്ങൾക്ക് ആപ്തവാക്യം? ആരോപണമാണല്ലോ. ആ ആരോപണമാണോ അതല്ല യഥാർത്ഥം നമ്മുടെ മുന്നിലുണ്ടല്ലോ. CAA എന്ന് പറയുന്നൊരു നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും എന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴല്ല, 2019 മുതൽ പറയാൻ തുടങ്ങിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. അല്ല, ഈ പുതിയ വിജ്ഞാപനം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയോ ACC ലീഡേഴ്സോ ഒന്നും വേണ്ടിയിട്ടില്ല. എല്ലാവരും രാഹുൽ ഗാന്ധി ഇപ്പോഴും സംസാരിച്ചു. മാത്രമല്ല ഇവിടെ രമേശ് ചെന്നിത്തല, അല്ല ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞു, പിന്നെ ജയറാം രമേശ് പറഞ്ഞു, അദ്ദേഹം ദേശീയ നേതാവല്ലേ. ജയറാം രമേശ് ശക്തമായ ഭാഷയിൽ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നള്ളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രസ്ഥാനത്തെ, ഇത് തന്നെയാണ് മുമ്പും കോൺഗ്രസ്സിന് എന്തെങ്കിലും വിഷയം വരുമ്പോൾ, കോമൺ സിവിൽ കോഡ് വരുമ്പോൾ എന്താണ്, ഓരോ വിഷയം വരുമ്പോഴും കോൺഗ്രസ്സാണ്. ഞാൻ ഇന്നത്തെ ദേശാഭിമാനി പത്രം നോക്കി. ദേശാഭിമാനി പത്രത്തിൽ BJPക്കെതിരെയുള്ള ഒരു ഹെഡ്ലൈൻ പോലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെന്ന് എടുത്ത് നോക്കൂ. പ്രിയങ്കയും രാഹുലും പേടിച്ചോടുന്നു. ഇങ്ങനെ ഒരു കാർട്ടൂൺ കോളം പോലും കോൺഗ്രസ്സിനെതിരെ. ഈ ചോദിക്കുന്നത് എന്താണ് മാർക്സിസ്റ്റ് പാർട്ടി
പാർട്ടി ദേശീയ തലത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? BJP അധികാരത്തിൽ വരണമെന്നാണോ? സത്യത്തിൽ അങ്ങനെ ഒരു അന്തർധാരയുണ്ട് എന്ന് ഞങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു. കാരണം ഇവിടെ പോലും ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവായി അല്ലേ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുന്നതിനെ പുച്ഛമായി കാണുന്നത് BJP അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയെ മാർക്സിസ്റ്റ് പാർട്ടി സബ്ഹ്യൂമനാക്കി, അദ്ദേഹത്തെ ഒരു നിഷ്പ്രഭനാക്കി BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വളരാനുള്ള വളക്കൂറുണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് അവർക്ക് പ്രതീക്ഷ വയ്ക്കാൻ, MP-മാരുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. മറ്റു സ്ഥലങ്ങളിലൊന്നുമില്ല. സ്വാഭാവികമായും അവരുടെ MP-മാർ പാർലമെൻറ്റിൽ വരണം എന്നുള്ളത് അവർക്കങ്ങനെ ആലോചിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ആലോചിക്കുന്നത് തെറ്റുണ്ടോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇവർ 20 പേര് ജയിച്ചു എന്ന് വെച്ചോളൂ. ഇവരിൽ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആരാനാവാൻ പോകുന്നത്? ഇവർക്ക് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെത്തുമ്പോഴേക്കും രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ടവനായി മാറുന്നത്? ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ധാരണയായി കഴിഞ്ഞു. അപ്പോൾ ഇവർ കിലോമീറ്ററിൽ ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക. ഇവർ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ അവിടെ നിൽക്കുന്ന എന്തുറപ്പ്? ഇവർ BJPയുടെ കൂടെ കൂടിയിട്ട് ആണല്ലോ VP സിംഗ് ഗവൺമെൻറ് ഉണ്ടാക്കി. ഇവർ മാറില്ല എന്നെന്തോറും. എന്നാൽ കോൺഗ്രസിൻ്റെ നമ്പേഴ്സ് കൂടുക എന്നുള്ളത് ഇന്നത്തെ അത്യാവശ്യമായൊരു കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാണ് മത്സരിക്കുന്നത്? AK ബാലൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു നാഷണൽ പാർട്ടി എന്നുള്ള ഞങ്ങളുടെ പേര് നിലനിർത്തണം. അതുകൊണ്ട് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം, സത്യത്തിൽ എന്തിനാണ് പൊന്നാനിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പുതുതായി പാർട്ടിയിലേക്ക് വന്ന ഒരാൾക്ക് കൊടുത്തത്? അവിടുത്തെ വോട്ടിൻ്റെ നമ്പേഴ്സ് പ്രശ്നമാണ്. അവിടെ എത്ര വോട്ട് കിട്ടിക്കഴിഞ്ഞാലും ആ വോട്ട് ഒരു നാഷണൽ പാർട്ടിയായി നിലനിർത്താൻ പിന്നെ സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം പോയി ഈനാമ്പേച്ചിയാവും, അല്ലെങ്കിൽ മരപ്പട്ടിയാവും. ഞാൻ പറഞ്ഞല്ലോ, AK ബാലൻ പറഞ്ഞാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ നാഷണൽ ക്രെഡിബിലിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പിണറായി വിജയൻ CA എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞ് ഞാൻ കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ലോജിക്കലി എങ്ങനെ അത് സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് കറക്റ്റ്. CA അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധികാരത്തിൽ വരുന്നവർക്ക് CA ചവറ്റുകുട്ടയിലേക്ക് അറിയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് സ്റ്റാലിനും പറഞ്ഞത്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ CA ഇല്ലാതാക്കും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇതിവിടെ നടപ്പിലാക്കില്ല. അപ്പോൾ ആരെയാണ് ഇവിടെ പിന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? ഇദ്ദേഹം കുറച്ച് മുമ്പ് ഈ CA വന്നതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞ ഉടൻ ഇവിടെ NPR കൊണ്ടുവന്നു. ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞു ഞങ്ങൾക്ക് ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സെൻസസാണെന്നാണ്. എന്നിട്ട് NPRൻ്റെ ഫോം ഞങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്, ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അദ്ദേഹത്തിന് അത് ബോധ്യമായിട്ടില്ല. CAA എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ പിന്നെ വലിയ ഒരു പ്രകടനമൊക്കെ നടത്തിയല്ലോ. അദ്ദേഹം BJPക്കെതിരെയാണോ സംസാരിച്ചത്? അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ രാഹുൽ ഗാന്ധിയോടല്ലേ. എന്നാൽ അമിത്ഷാ ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട്. രാഹുൽ ഗാന്ധി, കെജ്രിവാൾ, നിങ്ങളൊക്കെ CAA എതിർക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഒരു പൊതുവേദിയിൽ വന്ന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് അമിത്ഷാ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? രാഹുൽ ഗാന്ധി ഇതിനെതിരാണ് എന്ന് അമിത്ഷാ പറയുന്നു. പക്ഷേ പിണറായി വിജയന് അത് ബോധ്യമാകുന്നില്ല. മുസ്ലിം ലീഗ് UDFിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയാണ്. പ്രത്യേകിച്ച് മലബാറിൽ
എങ്ങനെയുണ്ട് മലപ്പുറം പൊന്നാനി? പൊന്നാനിയിൽ മത്സരിക്കാൻ നിങ്ങളൊരു പഴയ സഹപ്രവർത്തകരാണ്. എന്താ പൊന്നാനി എന്ന് പറയുന്നത് പല പരീക്ഷണങ്ങളുടെയും ഒരു വിളനിലവും ലബോറട്ടറിയും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പണ്ട് അബ്ദുൽ നാസർ മദനി വളരെ ശക്തനായിരുന്ന സമയത്ത് അവിടെ ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്തത് പിണറായി വിജയനും PS എല്ലാം കൂടെ വന്നിട്ടാണ് ലോഞ്ച് ചെയ്തത്. അവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ജയിച്ചു. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം കൂടി ആയതോടുകൂടി അവിടെ കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമില്ല. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ ഈ LDF സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത് മുൻ വർഷങ്ങളിൽ സമസ്തയുടെ പൂർണ്ണമായ വോട്ടുകൾ UDF സ്ഥാനാർത്ഥി കിട്ടിയിരുന്നു. അപ്പം തന്നെ ലീഗ് വോട്ടുകളും കിട്ടിയിരുന്നു. ഇത്തവണ ലീഗ് വോട്ടുകളിൽ ഒരു വിഭാഗവും സമസ്ത വോട്ടുകളും തനിക്ക് കിട്ടുമെന്നാണ് KS ഹംസ അവകാശപ്പെടുന്നത്. ഈ സമസ്ത ലീഗ് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അത് അവിടെ പ്രശ്നം ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ മാത്രമല്ല മറ്റു ചില മണ്ഡലങ്ങളിലും സമസ്ത വോട്ടുകൾ പോകുന്നു പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത വോട്ട് മുഴുവൻ ഉണ്ടാവും, ലീഗ് വോട്ട് മുഴുവൻ ഉണ്ടാവും എന്നതിന് പുറമേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാഡർ വോട്ട്സും ഇങ്ങോട്ട് വരും, UDF വരും. അത് അവിടെ മാത്രമാണോ മറ്റു മണ്ഡലങ്ങളിലും വരും. ഈ ഒരു കാരണത്താൽ എല്ലാ ഭാഗത്തും വരും. സമസ്ത ലീഗ് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. സമസ്ത ലീഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറേയൊക്കെ നിർമ്മിതമാണ്. അതിൻ്റെ നേതാക്കൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവരെല്ലാ സ്ഥലത്തും ഒരുമിച്ച് കൂടാറുണ്ട്, എല്ലാ പരിപാടികളിലും ഒരുമിച്ചുണ്ടാവാറുണ്ട്. സമസ്തയുമായിട്ടുള്ള ഒരു റിലേഷൻ ഇന്നും കോഡിയലായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് മുസ്ലിം ലീഗായിട്ട്. സമസ്ത എന്ന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുമായിട്ടും മുസ്ലിം ലീഗ് കുറച്ച് ആൾക്കാർ, അതായത് ഇപ്പോൾ അതിലെ മുസ്ലിം ലീഗിനോട് എതിർപ്പുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ എന്തെങ്കിലും തട്ടുകളുണ്ടാക്കുമോ? അങ്ങനെയൊന്നും ഈ ഞാൻ പറയുന്നത് എല്ലാവരും ഒരു ദേശീയ രാഷ്ട്രീയത്തെ കാണൂല. ഞാൻ പറയുന്നത് ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളല്ലല്ലോ അവരെല്ലാം പണ്ഡിതരുമല്ലേ. അപ്പോൾ അവർ നോക്കില്ലേ ഇന്ത്യയിൽ BJP ആണോ വേണ്ടത്, BJPക്ക് ബദലായി നിൽക്കുന്ന കോൺഗ്രസ് മുന്നണിയാണോ വേണ്ടത് എന്നവർ നോക്കില്ലേ. ലീഗ് ഇത്തവണ 3ാം സീറ്റ്, ലോക്സഭയിലേക്ക് 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. അവസാനം ഒരു നീക്കുപോക്ക് എന്നതിൽ രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ ലീഗ് അണികൾക്ക് വലിയ തരത്തിലുള്ള വിമർശനം, അമർഷം ഉണ്ടായിരുന്നു. ഈ 3ാം സീറ്റ് ലഭിക്കാത്തത് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. അത് മാറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്? മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അണികൾ അതിൻ്റെ കൂടെ ഉണ്ടാവുക. ദർ ബൗണ്ട് ടു ഇറ്റ്. വിഷമം മറ്റുള്ളവർക്കാണ്. EP ജയരാജന് വിഷമമുണ്ട്, KT ജലീലിന് വിഷമമുണ്ട്. നിങ്ങളെന്തങ്ങനെ 3 സീറ്റ് വാങ്ങാത്തത്, 4 സീറ്റ് വാങ്ങാത്തത്? അതിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യ മാധ്യമങ്ങൾ, ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആ സമയത്ത് ഈ 3ാമത് സീറ്റുകൾ നൽകാത്ത കോൺഗ്രസിന് ഇനി വോട്ട് ചെയ്യണ്ട അങ്ങനെ ഒരു കുറച്ച് ആ സമയത്ത് അത് പരിഹരിക്കപ്പെട്ടു. അത് നമ്മൾ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ലീഗാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏത് യോഗത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നിലുള്ളത് ലീഗായിരിക്കും. അത് ലീഗിൻ്റെ കടമയാണ്. അത് ബാഫക്കിത്തങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പാഠമാണ്. നമ്മളേത് മുന്നണിയിൽ നിൽക്കുന്നുവോ ആ മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സ്ഥാനാർത്ഥികളെക്കാൾ മുൻഗണന ഘടകകക്ഷി സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം. എന്തായാലും 20-20 കിട്ടുമെന്ന പ്രതീക്ഷ തന്നെ നിൽക്കുകയാണ് അല്ലേ? നിങ്ങളുടെ പ്ലാൻ നടക്കട്ടെ നിങ്ങളോട് പറയുന്നത് ഞാൻ. സന്തോഷം.